സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. കാലഘട്ടത്തിനനുസൃതമായ ഒരു അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ഏറ്റവും നല്ലൊരു ഉദാഹരണം 1 സാമുവേലിന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ദാവീദും ഗോലിയാത്തും തന്നെയാണ്. ഒരുപക്ഷെ പല വട്ടം നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് നിൽക്കുന്ന ഫിലിസ്തീനയുടെ പ്രതിനിധിയായി ഇപ്പുറത്ത് ദാവീദും, അല്ലെങ്കിൽ ഇസ്രായേലിലെ നേതാക്കന്മാർ. ജസയുടെ 8 മക്കളിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ്, ഏറ്റവും ഇളയവനാണ് ദാവീദ്. അതുകൊണ്ട് അവൻ ആട് മേയ്ക്കാനാണ് പറഞ്ഞു വിടുന്നത്. അക്കാലത്ത് ആട് മേയ്ക്കാൻ ഭൃത്യന്മാരെയാണ് വിടാറുള്ളത്, സ്വന്തം പെറ്റ മക്കളെ ആരും വിടാറില്ല. പക്ഷെ ഇവൻ അതിന് പോലും കൊള്ളില്ല. അതുകൊണ്ടാണ് അവനെ ആട് മേയ്ക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. ഈ ആട് മേയ്ക്കാൻ പറഞ്ഞു വിട്ട ഇവനോട് പറഞ്ഞു, നീ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കണം, ചേട്ടന്മാർക്ക് മലര് കൊടുക്കണം, എണ്ണ കൊടുക്കണം. ഈ മലരും എണ്ണയൊക്കെ കഴിച്ച് അവർ കുട്ടപ്പന്മാരായിട്ട് വേണം ഈ ഗോലിയാത്തിനെ നശിപ്പിക്കാൻ, ഈ ഫിലിസ്തീനെ നശിപ്പിക്കാൻ. സഹോദരങ്ങളെ, ഈ പാവപ്പെട്ട ദാവീദ് ഈ മലരും വെണ്ണയും എല്ലാം കൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന നേരത്ത് ദാവീദ് കാണുന്ന കാഴ്ച എന്താണ്? ചേട്ടന്മാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തെ വശത്ത് ഗോലിയാത്ത് കൊഞ്ഞനം കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ പറയുന്ന വാക്കെങ്ങനെയാണ്? നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എനിക്കെതിരെ യുദ്ധത്തിന് വരുവാൻ? ഇത് പറയുന്ന നേരത്തെ ഈ ചേട്ടന്മാരെന്താ ചെയ്യുന്നത്? ചേട്ടന്മാർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എന്താ പറയുന്നത്, ഞങ്ങളിതിലപ്പുറം ചെയ്തിട്ടുണ്ടെന്നേ, ഞങ്ങളിതിലപ്പുറം ചെയ്തിട്ടുണ്ട്. നിനക്ക് കുറച്ച് ശരീരമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്, നമ്മളിതിലപ്പുറം തോപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉപ്പാപ്പനാണ് ഇതിനു മുമ്പ് വന്ന ഫിലിസ്തീനയുടെ നിന്റെ അപ്പനെ കൊന്നത്, പിന്നെയാണ് നിന്നെ കൊല്ലാൻ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഒരുങ്ങുകയാണ്. സാവൂൾ രാജാവ് തല താഴ്ത്തി നിൽക്കുകയാണ്. കാരണം സാവൂൾ രാജാവ് ദാവീദിനെ പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, നമ്മൾ ഓർക്കണം. പക്ഷെ സാവൂളിൻ്റെ പരാജയം വലിയ പരാജയമായതുകൊണ്ട് ഇന്ന് അധികം സ്മരിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഈ സാവൂളിൻ്റെ കാലത്തും ഫിലിസ്തീനെ തോപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനം. ഈ കഥകൾ പറഞ്ഞുകൊണ്ട് ഇവരിയ്ക്കുകയാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടൻ ഒന്ന് ചെയ്യണമെന്ന് കാണട്ടെ. ഇത് പറയുന്ന നേരത്താണ് അവരുടെ ഈഗോ മുഴുവൻ ഉയർന്നു വന്ന്. ആ നേരത്താണ് പറയുന്നത്, ആടുകളെ മേയ്ക്കാൻ അപ്പം പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ വന്ന് യുദ്ധം കണ്ട് രസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അല്ലെ ഇപ്പം നിന്റെ പരിപാടി നിൻ്റെ മനസ്സിലിരിക്കട്ടെ. ഇതാണ് പറയുന്നത്. അല്ല ചേട്ടാ ചെയ്യേ. ഉടനെ അവർ പറഞ്ഞു, കണ്ടോ, ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഋഷി മാനസാന്തരപ്പെട്ടു, ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ലോകത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി, ഞങ്ങളാണ് ഈ മുന്നേറ്റം ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇന്ന അച്ഛൻ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഫോൺ നമ്പർ നോക്കിയേൻ, അച്ഛൻ ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചിട്ടുള്ളൂ. ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം ഒരു സർവീസ് നടക്കുന്ന നേരത്ത് ഒരാൾ പറഞ്ഞതാ, ഇന്ന അച്ഛനെ വിളിച്ചിട്ട് ഇപ്പോൾ ഫോൺ വെച്ചിട്ടേ ഉള്ളൂ. അത്രയും വലിയ കോണ്ടാക്റ്റാണ് ചേട്ടാ. അതല്ല കാര്യം സഹോദരി, അതല്ല കാര്യം. ഇന്ന് കാലഘട്ടത്തിനനുസൃതമാകുന്ന ഒരു അഭിഷേകം നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മിനിസ്ട്രി ഔട്ട്ഡേറ്റഡ് ആണ്, നിന്റെ ആത്മീയ ജീവിതം ഔട്ട്ഡേറ്റഡ് ആണ്, നിന്റെ സമർപ്പിച്ച ജീവിതം ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും, കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും ഭാരതത്തിൽ പത്രപ്രവർത്തനം ഇല്ലാത്ത സമയത്ത് പത്രങ്ങൾ തുടങ്ങിയിരിക്കുന്ന സഭകളുണ്ട്, അച്ചടി യന്ത്രങ്ങൾ തുടങ്ങിയിരിക്കുന്ന സഭകളുണ്ട്. ഒരുപാട്
ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച സഭകളുണ്ട്. ചില പിതാക്കന്മാർ, ചില നേതൃത്വത്തിലുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതാ ഞങ്ങളുടെ കാലത്ത്, ഞങ്ങൾ പണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, പിതാക്കന്മാർ ചെയ്ത കഥകൾ പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് രസിപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വരും തലമുറയിൽ അവരുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ദിവസങ്ങളിലുടനീളം ഏലാ താഴ്വരയിലെ ഈ കാഴ്ച കണ്ട് പത്രപ്രവർത്തകർ മുഴുവൻ എഴുതാൻ തുടങ്ങി. ദാവീദിനെ അല്ല, ഇസ്രയേലിനെ മുഴുവൻ നശിപ്പിക്കാനായി ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിലകൊള്ളുന്നു. ഗോലിയാത്തിൻ്റെ തടിച്ച ഫോട്ടോ ആണ് പത്രത്തിൽ മുഴുവൻ വരുന്നത്. ആളുകൾ മുഴുവൻ വായിക്കുകയാണ്, ഇസ്രായേൽക്കാർ വായിക്കുകയാണ്. ഇത് കണ്ടോ, ഗോലിയാത്ത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കൊന്നൊടുക്കുമെന്നാണ് പറയുന്നത്. ഇത് വായിക്കുന്ന ആളുകളുടെ ന്യൂസുകൾ ദാവീദിൻ്റെ ചെവിയിലും ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഹൃദയം തകർന്നു പോയി. ഇവൻ പറഞ്ഞു, സാവൂൾ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോകാം. സാവൂൾ പറഞ്ഞു, നിനക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ല, നിനക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ല. അവൻ പറഞ്ഞു, ഒരു യുദ്ധം ചെയ്ത് എനിക്ക് പരിചയമുണ്ട്. എന്നെ ഏൽപ്പിക്കുന്ന ആടുകളെ ഏതെങ്കിലും സിംഹമോ കരടിയോ വന്ന് തിന്നാൻ പിടിച്ചുകൊണ്ട് പോയാൽ അവരോട് യുദ്ധം ചെയ്ത് ഞാൻ ജയിക്കാറുണ്ട്. ആ ബലത്തിൽ ഞാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നെ പറഞ്ഞു വിടണം. ദാവീദിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയിലെ തൊപ്പിയും ചെങ്കോലും ഒക്കെ നീ പിടിക്കുക. അവൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. സഹോദരങ്ങളെ, ഓർക്കണം, നമുക്ക് അർഹതയില്ലാത്ത, നമുക്ക് യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത ഒരു ചെങ്കോലും ദൈവ ശുശ്രൂഷയ്ക്ക് നമുക്ക് ആവശ്യമില്ല. ഒരു തൊപ്പിയും നമുക്ക് ആവശ്യമില്ല. അഡീഷണലായി വേറെ ഒരു കാര്യവും, ഒരു ഗിഫ്റ്റ് നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള കവണ ധാരാളം മതി. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 5 കല്ലുകൾ നിങ്ങൾക്ക് ധാരാളം മതി. അതിനെ മിനുസപ്പെടുത്തി എടുത്താൽ ഏതൊരു ഗോലിയാത്തിനെയും ഈ കാലഘട്ടത്തിന് അനുസൃതമാകുന്ന വിധത്തിൽ വീഴ്ത്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഓർക്കുക. കാലഘട്ടത്തിന് അനുസൃതമാകുന്ന അഭിഷേകം സ്വീകരിക്കണം. പിറ്റേ ദിവസം പത്രമാസികൾ മുഴുവൻ ഫ്ലാഷ് ന്യൂസായിട്ട് വരികയാണ്. എന്താണ്? ഇതാ, ചേട്ടന്മാർ മുഴുവൻ തോറ്റിടത്ത് മകൻ ഉദയം ചെയ്തിരിക്കുന്നു, ഇളയവൻ ഉദയം ചെയ്തിരിക്കുന്നു. അവൻ്റെ പേര് ദാവീദ്. ഗോലിയാത്ത് എന്നുള്ള മല്ലൻ മലക്കം മറിഞ്ഞ് വീണിരിക്കുന്നു. ഒരു കല്ലായിരുന്നു ആയുധം. 100 കണക്കിന് പത്രക്കാരും മാസികക്കാരും പല വിധത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്താൻ തുടങ്ങി. സഹോദരങ്ങളെ, ശത്രുക്കളെക്കുറിച്ച് അധികമായി പത്രമാസികൾ പറയാനുള്ള കാരണം, തിന്മയെക്കുറിച്ച് ഒരുപാട് എക്സാജറേറ്റ് ചെയ്തുള്ള ന്യൂസുകൾ വരാനുള്ള കാരണം നന്മയുടെ ദാവീദുമാർ ഉദയം ചെയ്യാത്തത് കൊണ്ടാണ്. കാലഘട്ടത്തിന് അനുസൃതമാകുന്ന വിധത്തിലുള്ള അഭിഷേകം ഞാനും നിങ്ങളും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ഗോലിയാത്തുമാരെ എനിക്കും നിങ്ങൾക്കും നേരിടാനായിട്ട് കഴിയാതെ പോകുന്നത്. അടുത്തയിടെ ജീസസ് യൂത്തിൻ്റെ 7 നില കെട്ടിടം തീ പിടിച്ചു. ഈ സംഭവം നിങ്ങൾ പത്രമാസികൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ബഹുനില കെട്ടിടം തീ പിടിച്ചു. തീ പിടിച്ച സമയത്ത് 7 ഫയർ എഞ്ചിൻ പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. ഇന്ത്യയിലാണെന്ന് ഓർക്കണം ഈ കാര്യം സംഭവിക്കുന്നത്. 7 ഫയർ എഞ്ചിൻ പറഞ്ഞ നേരം കൊണ്ടെത്തി. ഫയർ എഞ്ചിൻ എത്തിക്കഴിഞ്ഞു. ഏതാനും സമയം കഴിഞ്ഞു. ആദ്യത്തെ ഫയർ എഞ്ചിനുകാരൻ മോട്ടർ സ്റ്റാർട്ടാക്കി. മോട്ടർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളമില്ല. അവരോട് പറഞ്ഞ് മാറി നിൽക്കടാ. കാരണം അപ്പോൾ ആളുകൾ, ആദ്യത്തെ പത്ര ന്യൂസ് ഇങ്ങനെയാണ്, ഇതാ ജീസസ് യൂത്തിൻ്റെ കെട്ടിടത്തിന് തീ പടർന്നു, 5 മിനിറ്റ് കൊണ്ട് 7 ഫയർ എഞ്ചിൻ എത്തി. ന്യൂസാണ്, നമുക്കെല്ലാം ഫ്ലാഷ് ന്യൂസ് ആണല്ലോ. പെട്ടെന്ന് ന്യൂസ് വന്ന് തൊട്ടടുത്ത ന്യൂസ്, ആദ്യത്തെ ഫയർ എഞ്ചിൻ സ്റ്റാർട്ടാക്കി, വെള്ളമില്ലാതെ മാറി നിന്ന്. രണ്ടാമത്തെ ഫയർ എഞ്ചിൻ ഫ്രണ്ടിലേക്ക് വന്നു. പക്ഷേ കുഴലിന് തൊട്ടടുത്ത പുഴയിലേക്ക് നീട്ടാനായിട്ടുള്ള നീട്ടമില്ല. അതുകൊണ്ട് ആ ഫയർ എഞ്ചിനും വിലയില്ല, മാറ്റി നിർത്തി. മൂന്നാമത്തെ ഫയർ എഞ്ചിൻ കൊണ്ടുവന്നു. വെള്ളമുണ്ട്, പമ്പിന് നീട്ടമുണ്ട്. അടിച്ചു കഴിഞ്ഞപ്പോൾ അത് വീരോടെ 2 നില വരെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ചില സർക്കാർ ആശുപത്രിയിലെ പൈപ്പ് പോലെ തുള്ളി തുള്ളിയായേ വരുന്നുള്ളൂ. അടുത്തത് വന്നു, 3 നില വരെ പോകുന്നുള്ളൂ. തീയാണെങ്കിൽ ഏറ്റവും മുകളിലാണ് കൂടുതൽ കത്തുന്നത്. മുന്നോട്ട് പോകാൻ വഴിയില്ല. സഹോദരങ്ങളെ, ഓർക്കണം, ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതം.
കാലഘട്ടത്തിന് അനുസൃതമാകുന്ന അഭിഷേകം സ്വീകരിച്ചില്ലെങ്കിൽ. ശരിയാണ്, ആദ്യ നാളുകളിൽ 2 നില കെട്ടിടമേ ലോകത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അന്ന് കുറച്ച് സ്റ്റാർട്ടായതിനു ശേഷം സാവധാനം സ്റ്റാർട്ടാക്കുന്ന ഒരു ഫയർ എഞ്ചിൻ മതിയായിരുന്നു. പക്ഷേ ഇന്ന് ആ ഫയർ എഞ്ചിൻ പോരാ, ചെറുപ്പക്കാർക്ക് ആ ഫയർ എഞ്ചിൻ പോരാ. അതുകൊണ്ട് കൂടുതൽ ഫയർഡപ്പ് ആകേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ വെള്ളം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ ആത്മാവിൻ്റെ കരുത്ത് ആവശ്യമുണ്ട്. കൂടുതൽ കരുത്തില്ലാതെ ഈ വിപരീതമായ സാഹചര്യത്തെ നേരിടാനായിട്ട് പറ്റില്ല. അതിൻ്റെ അന്താരാഷ്ട്ര ലെവലിൽ വർക്ക് ചെയ്യുന്ന GC യൂത്ത് ലീഡേഴ്സ് പറഞ്ഞു, മുകളിലത്തെ നിലയൊക്കെ പ്രധാനപ്പെട്ടതെല്ലാം കത്തുപിടിച്ചു. ഇത് കഴിഞ്ഞിട്ടും 7 ഫയർ എഞ്ചിൻ വന്നിട്ടും ഒന്നും ചെയ്യാതെ അവരിങ്ങനെ കിടക്കുകയായിരുന്നു. ആത്മീയ ജീവിതമാണ് സഹോദരങ്ങളെ. കാലഘട്ടത്തിന് അനുസൃതമാകുന്ന ഒരു അഭിഷേകം സ്വീകരിക്കാതെ ദൈവ ശുശ്രൂഷകന് ദൈവവേലയിൽ മുന്നോട്ട് പോകുക സാധ്യമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമതായി, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് രഹസ്യ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. രഹസ്യ ജീവിതത്തിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. സഹോദരങ്ങളെ, പരസ്യമായ ജീവിതത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരാണ് നമ്മളിൽ പലരും. പരസ്യമായി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇതുപോലുള്ള കൂട്ടായ്മകളിൽ തയ്യാറാകുന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും നല്ലതുമാണ്. പക്ഷേ നമ്മുടെ സ്വകാര്യമായ ജീവിതം എന്താണ് എന്നുള്ളത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. സൺഡേ മൺഡേ ഗ്യാപ്പ് എന്ന് പറയും. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തമ്മിലുള്ള അകലം ക്രിസ്ത്യാനികൾക്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തിൻ്റെ അകലമല്ല, 24 മണിക്കൂറിൻ്റെ അകലമല്ല, നീണ്ട ദൈർഘ്യമാണ് സൺഡേയും മൺഡേയും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. രഹസ്യ ജീവിതത്തിൽ പരിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് പേര് കൺവെൻഷൻ പന്തലുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ഗ്ലോറി സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ഉയർന്നു വരുവാൻ കഴിയുന്നില്ല. ഒരു കാര്യം ഞാൻ ഇതിനിടയിൽ സൂചിപ്പിക്കാം. തിരുസഭ ആദിമ കാലങ്ങളിലൊക്കെ ഏതൊരു യുദ്ധത്തിന് പോയാലും, നിയമയുദ്ധങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, എവിടെ പോയാലും തിരുസഭ വിജയിക്കുമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, രഹസ്യമായി തിരുസഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. മോർണിംഗ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ പോയി തിരുസഭയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും മരുഭൂമിയിൽ കിടന്ന് മരിക്കുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ലോകമറിയാതെ, ലോകത്തിലെ മനുഷ്യരാരും അറിയാതെ രഹസ്യമായി സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്ന, മിഷൻ വർക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തിരിക്കുന്ന ഒരുപാട് രഹസ്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. രഹസ്യമായ യുദ്ധത്തിൽ വിജയിച്ചതുകൊണ്ട് സഭ പരസ്യമായ യുദ്ധത്തിലും വിജയിച്ചു. നാളുകൾ കഴിഞ്ഞു. ഇന്ന് സഭ പരസ്യമായ യുദ്ധങ്ങളിൽ മിക്കവാറും തോറ്റ് തുന്നം പാടി പിൻവാങ്ങുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ രഹസ്യമായ നമ്മുടെ യുദ്ധത്തിൽ തോറ്റു പോകുന്നത് കൊണ്ടാണ് സഭ അവളുടെ പരസ്യമായ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്. കുറേ കൂടി സിമ്പിളായിട്ട് ഞാൻ പറയാം. വ്യക്തിപരമായി ഒരു ആത്മീയ ശുശ്രൂഷകന് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ഒരിക്കലും അനുഗ്രഹീതമായി ദൈവത്തിന് ഗ്ലോറി കൊടുക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമാകാൻ കഴിയില്ല. നമ്മുടെ രഹസ്യമായ ജീവിതം നമ്മുടെ കർത്താവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം ജോസഫിൻ്റെ കഥ പറയുന്ന ഭാഗങ്ങളാണത്. പൊത്തിഫറിൻ്റെ വീട്ടിലാണവൻ. സൈന്യാധിപനായ പൊത്തിഫർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യ അവനെ പാപത്തിന് ക്ഷണിക്കുന്നു. പാപത്തിന് ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഇവൻ ഒരു അനാഥ ബാലനാണ്, ഒരു അടിമ ബാലനാണ്. അടിമയ്ക്ക് അഡ്രസ്സില്ല, അടിമയ്ക്ക് ഉടമയുടെ അഡ്രസ്സേ ഉള്ളൂ. പ്രത്യേകിച്ചും ഉടയവനായ പൊത്തിഫറിൻ്റെ ഭാര്യ പാപത്തിന് ക്ഷണിക്കുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ വെച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം അവൻ്റെ സ്വാഭാവികമായി അവനെപ്പോലുള്ള ഏതൊരു മനുഷ്യൻ്റെയും ചിന്ത. കാരണം അന്ന് ജോസഫിന് 30 വയസ്സ് പ്രായമേ ഉള്ളൂ. പക്ഷേ ഇവൻ പറയുന്ന മറുപടി എന്താണെന്നറിയാവോ? പറയുന്ന മറുപടി ഉൽപ്പത്തി പുസ്തകം 39-10 നമ്മൾ വായിക്കും. എൻ്റെ കർത്താവിനെതിരെ
നീചമായൊരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായൊരു പ്രവൃത്തി എൻ്റെ ദൈവത്തിനെതിരെ ചെയ്ത് ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യുന്നത്? നമ്മൾ ഓർക്കണം, അവൻ അടിമയാണ്. ഞാൻ പറഞ്ഞു, അവൻ അഡ്രസ്സില്ല. യജമാനൻ പറയുന്നത് അനുസരിച്ചാൽ അവന് സ്ഥാനക്കയറ്റം കിട്ടും. യജമാനത്തെ പറയുന്നത് അനുസരിച്ചാൽ അവനെക്കുറിച്ച് യജമാനൻ്റെ മുമ്പിൽ വലിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ആരോടും അത് പറയില്ലെന്ന് മാത്രമല്ല, ഇവൻ അഡ്വാൻറ്റേജ് ആണ് അവന് കിട്ടാനുള്ളത്. ഇവനാണെങ്കിൽ പ്രായം 30 വയസ്സേ ഉള്ളൂ. ഇവൻ മറ്റൊരു സുഖത്തിൻ്റെ പിന്നാലെയും പോയിട്ടില്ല. അതുകൊണ്ട് ഇവന് സ്വാഭാവികമായും ഇവൻ കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ദൈവം അവനെതിരെ തിരിയില്ല. അവൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ദൈവം ജോസഫിനെതിരെ തിരിയാൻ ദൈവത്തിന് ന്യായീകരണമില്ല. കാരണം ഒരു അനുഗ്രഹീതമായ ചെറുപ്പകാലം ജോസഫിന് കിട്ടിയിട്ടില്ല. ആന്തരിക സൗഖ്യ ധ്യാനം കൂടുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യത്തിന് അവൻ അവസരമുണ്ട്. ചെറുപ്പകാലം ശോഷിച്ചതാണ്, ചെറുപ്പകാലം സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടതാണ്, പൊട്ടക്കിണറിൽ തള്ളിയിട്ടതാണ്, ഈജിപ്തുകാർക്ക് വിറ്റതാണ്. ഒരുപാട് വിപരീതമായ സാഹചര്യങ്ങളുടെ കഥയെ അവന് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ വിപരീതമായ സാഹചര്യം ഉണ്ടായവൻ പാപം ചെയ്യാനുള്ള അവസരമുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ പാപത്തിന് അവൻ വെച്ചുകൊടുത്താൽ ഒരു വിധത്തിലും അവനെ ന്യായീകരിക്കാതിരിക്കാനുള്ള വഴിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് അവൻ പറയുന്നത്, എൻ്റെ ദൈവത്തിനെതിരെ ഇത്രയും നീചമായ പാപം ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? സഹോദരങ്ങളെ ഓർക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ രഹസ്യമായ ജീവിതത്തിൽ ഇവൻ വിജയിച്ചതുകൊണ്ട് ദൈവം അവനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി നിയോഗിച്ചു. ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷകനെ വളർത്തുന്നത് അവൾ പ്രസംഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ തന്നെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല. നിങ്ങൾക്കറിയാമായിരിക്കും, നവീകരണ മുന്നേറ്റത്തിൽ ഒരുപാട് എക്സിബിഷനിസം ഉണ്ട്, പ്രകടനാത്മകയുണ്ട്, ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കാര്യങ്ങളുണ്ട്. പ്രകടനമല്ല സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ 1 മണിക്കൂറിന് ശേഷം നെക്സ്റ്റ് 23 hours എനിക്കും എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ രഹസ്യ ജീവിതം എന്താണ്? ദൈവം അംഗീകരിക്കുന്ന ഒരു സ്വകാര്യമായ ജീവിതത്തിൻ്റെ പരിശുദ്ധി എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ജോസഫിനെ നോക്കിക്കൊണ്ട് അന്ന് ഫറവോ പറഞ്ഞത് എങ്ങനെയാണ്? ഈജിപ്തിലൊരു രാജാവ് വേണം, തനിക്ക് കീഴെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ജോസഫിനെ പോലൊരു വ്യക്തിയെ എനിക്കിവിടെ കണ്ടെത്താനില്ല. കാര്യം ശരിയാണ്, പാപം ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുപോയി ജയിലിലാക്കി. പക്ഷെ അവിടെ അവൻ വിശ്വസ്തത സൂക്ഷിച്ചു. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, അവസരം കിട്ടാത്തത് കൊണ്ട് പാപം ഒഴിവാക്കുന്ന സാധാരണ വിശ്വാസിയാകരുത് നമ്മൾ. അവസരം കിട്ടുമ്പോഴും എൻ്റെ ദൈവത്തിനെതിരെ നീചമായത് ചെയ്യാൻ കഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തനായ വേലക്കാരനും വേലക്കാരിയുമായി എനിക്ക് നിങ്ങൾക്ക് മാറണം. ഈജിപ്തിൻ്റെ ആധിപത്യം, അവൻ ആയിരിക്കുന്ന ഇടത്തിൻ്റെ ആധിപത്യം, എവിടേക്ക് അടിമബാലനായി അവൻ ക്ഷമിക്കപ്പെട്ടുവോ ആ ദേശത്തിൻ്റെ ആധിപത്യം അവന് കിട്ടുന്നു. പാപം നമ്മുടെ അടിമയായി മാറുന്നത് പാപത്തിൻ്റെ മേൽ നാം ആധിപത്യം പുലർത്തുന്ന സമയത്താണ്. രഹസ്യമായ ജീവിതത്തിലും വിശ്വസ്തത പുലർത്തുന്ന സമയത്താണ്. തിരഞ്ഞെടുക്കപ്പെട്ടവൻ രഹസ്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കുക. ഇതുപോലെ തന്നെയാണ് ദാവീദും. ദാവീദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവൻ അവിടെ യുദ്ധത്തിന് പോകുന്ന നേരത്ത് അവൻ പറയുന്ന കാര്യം എന്താണ്? അവൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? സൗൾ രാജാവേ, യുദ്ധം ചെയ്ത് എനിക്ക് പരിചയമില്ല, അടിജയന് യുദ്ധം ചെയ്ത് പരിചയമില്ല, പക്ഷെ ഒരു കാര്യം പരിചയമുണ്ട്. പരിചയമുള്ള കാര്യം എങ്ങനെയാണ്? എൻ്റെ അപ്പൻ എന്നെ ആടുകളെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ആടുകളിൽ ഒന്നിനെ സിംഹമോ കരടിയോ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന നേരത്ത് നമുക്കറിയാം ഏതൊരിടയനും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് സ്വാഭാവികമായിട്ടുള്ളത്. എന്നാൽ ഞാനാകട്ടെ, ഞാൻ ഇറങ്ങിച്ചെന്ന് ആ സിംഹത്തിൻ്റെയോ കരടിയുടെയോ ജട പിടിച്ചടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആടിനെ ഞാൻ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും. തീർച്ചയായും ദാവീദിന് മുറിവേറ്റിട്ടുണ്ട് സഹോദരങ്ങളെ. ആ സമയത്ത് ആടിനെ രക്ഷിക്കാൻ പോകുന്ന നേരത്ത് അവൻ ഏറ്റിരിക്കുന്ന മുറിവിൻ്റെ ആഴം അറിയാവുന്നത് ദാവീദിനും അവൻ്റെ ദൈവത്തിനും മാത്രമാണ്. അവൻ്റെ അപ്പന് പോലും ചിലപ്പോൾ പരിചയമുണ്ടാകില്ല. അത്ര കണ്ട് അവൻ വിശ്വസ്തയോടുകൂടി നിന്നുകൊണ്ടാണ് ഒരാടിൻ്റെ ജീവനെ രക്ഷിച്ചത് എന്ന് വേറെ ലോകത്തിൽ ആർക്കും പിടിയില്ല. പക്ഷെ ഒരാൾക്ക് പിടിയുണ്ട്, അവൻ്റെ ദൈവത്തിന്. ഇത് അവൻ ആത്മബലം ഉണ്ടാക്കി, ഇതിൽ അവൻ ആത്മജീവൻ ഉണ്ടാക്കി, വലിയൊരു ആത്മകരുത്ത് അവനുണ്ടാക്കി. അതുകൊണ്ടാണ്
അവൻ ചെന്ന് സാവൂൾ രാജാവ് പറയുന്നത്, രാജാവേ, യുദ്ധം ചെയ്ത് അടിയന് പരിചയമില്ല, യുദ്ധവീരന്മാരെ കാണുമ്പോൾ അടിയൻ്റെ കൈയും കാലും വിറയ്ക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, എളിയ കാര്യമാണ്, അങ്ങ് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ചിരി വരുന്നുണ്ടായിരിക്കും. കാര്യം ഇതാണ്, കുറച്ച് ആടുകളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, വിശ്വസ്തമായിട്ട് നിൽക്കും. ഏതെങ്കിലും വന്ന് പിടിച്ചു കൊണ്ടുപോയാൽ സിംഹത്തിൻ്റെ പിന്നാലെ ഞാൻ ഓടും. ഒരാട് പോലും എൻ്റെ അപ്പനെ നഷ്ടപ്പെടരുതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പനെ എല്ലാ ആടുകളെയും മടക്കി കൊടുക്കണം. കാരണം അവസാന ആട് മടങ്ങി വരും വരെയും സ്വർഗത്തിലെ അപ്പൻ ഇന്നും നിലവിളിയിലാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജസ എന്ന് പറയുന്നുള്ള എൻ്റെ പിതാവ് വീട്ടിൽ എൻ്റെ എല്ലാ ആടുകളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആടുകളെ പിടിക്കാൻ പോകുന്ന നേരത്ത് ഞാൻ മുറിവേറ്റു, ഞാൻ വിഷമിച്ചു, എന്നിട്ടും ഞാൻ പിടിച്ചു തന്നു. ഇതെൻ്റെ ആത്മകരുത്താണ്. സഹോദര സഹോദരി, ഒരാടിന് വേണ്ടി, ഒരാത്മാവിന് വേണ്ടി നീ ഓടി നടന്നപ്പോൾ നിന്റെ കൈ മുറിഞ്ഞത്, നിന്റെ കാല് മുറിഞ്ഞത്, നിന്റെ സൽപ്പേര് നഷ്ടമായത്, നിന്റെ സമ്പത്ത് നഷ്ടമായത് പിതാവിന് അറിഞ്ഞുകൂടാ, ദേശത്തെ പിതാവിന് അറിഞ്ഞുകൂടാ, മെത്രാൻ അറിഞ്ഞുകൂടാ, അച്ഛൻ അറിഞ്ഞുകൂടാ, സമൂഹത്തിലെ സിസ്റ്ററിന് അറിഞ്ഞുകൂടാ, പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡേഴ്സിന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരാൾക്കറിയാം, അവൻ്റെ പേരാണ് കർത്താവായ യേശു. കരമുയർത്തി പറഞ്ഞേന് ഹല്ലേലൂയ. നീ ഉറക്കമൊളിച്ചത്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത്, വിഷമതകളിലും കർത്താവിനെ ഇടനെഞ്ചോട് ചേർത്ത് വെച്ച് നിന്നത്, എല്ലാ വിധത്തിലും വിഷമിക്കുന്ന നേരത്തും കർത്താവിന് വേണ്ടി നിലകൊണ്ടത് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ, ഭവനത്തിലെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരാൾക്കറിയാം, കർത്താവിനാണ്. ആ കർത്താവാണ് നിന്നെ ധീരനാക്കുന്നത്. സഹോദരങ്ങളെ, ഈ ധീരത ഞാനും നിങ്ങളെ സ്വന്തമാക്കണം. ഈ ധീരത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നിങ്ങളിൽ ഇപ്പോൾ ഈ മൈക്ക് തന്നാൽ പക്ഷെ ഇതിനേക്കാൾ ഭംഗിയായി പ്രസംഗിക്കുന്നവരുണ്ടാകും. പ്രസംഗമല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ രഹസ്യ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. ഒരു ക്രിസ്ത്യാനിയുടെ രഹസ്യ ജീവിതം സ്വർഗത്തിലെ അപ്പന് പ്രധാനപ്പെട്ടതാണ്. വിളക്ക് ഒരിക്കലും പറയുടെ കീഴിൽ വെക്കില്ല. എന്താ അതിൻ്റെ അർത്ഥം? വിളക്ക് രഹസ്യമായിട്ടും തെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പരസ്യമായി പറയുടെ മുകളിൽ കൊണ്ടുവരാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിച്ചിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. രഹസ്യമായിരിക്കുന്ന സമയത്ത് കത്താതെയും കരിന്തിരി കത്തിയുമാണ് ഇരിക്കുന്നതെങ്കിൽ പരസ്യമായ വിളക്ക് എങ്ങനെ വെക്കും? ദൈവ ശുശ്രൂഷകരെ ദൈവം ചിലപ്പോഴെങ്കിലും വളർത്താതെ പോകുന്നു എന്നുള്ള പരാതി കേൾക്കാനുള്ള കാരണം അവരിൽ പലരുടെയും രഹസ്യ ജീവിതം പരിശുദ്ധമല്ല. സഹോദരങ്ങളെ, എത്ര ശബ്ദത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, കർത്താവിന് വേണ്ടി ശക്തിയോടെയും സ്നേഹത്തോടെയും എൻ്റെ രഹസ്യമായ ജീവിതത്തിൽ ഞാൻ നിൽക്കുമെന്ന്. നമ്മുടെ രഹസ്യ ജീവിതം നമ്മുടെ ഈശോയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഒരു ദൈവ ശുശ്രൂഷ അടുത്തിടെ പറഞ്ഞു, ഞാൻ ഇന്ന് അൾസർ രോഗം എനിക്കുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. എനിക്ക് രോഗമുണ്ടാകാനുള്ള കാരണം എല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ ചിട്ടയായ ഡിസിപ്ലിൻഡായ ലൈഫ് അല്ലാത്തത് കൊണ്ടാണെന്നാണ്. അവൻ എന്നെ ഒരുപാട് ശകാരിക്കും. അച്ഛനാണ് പറഞ്ഞത്. പക്ഷെ സത്യം ഇതാണ്, എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണമേ എനിക്ക് കഴിക്കാൻ പറ്റാറുള്ളൂ. ചിലർ തരുന്ന ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ല, പക്ഷേ ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവർ തരുന്നത് കഴിക്കും. അങ്ങനെ അസുഖം വന്ന്. മാത്രമല്ല, ചില ദിവസം ഒന്നും കിട്ടില്ല, ചില ദിവസം കൂടുതൽ കിട്ടും. കൂടുതൽ കിട്ടുന്ന ദിവസം കുറേ കഴിക്കും. കാരണം പിറ്റേ ദിവസം മിക്കവാറും കിട്ടാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുണ്ട്. ഇങ്ങനെ വന്നതാണ് ഈ രോഗമെന്ന് ഞാൻ ആരോട് പറയും? സഹോദരങ്ങളെ ഓർക്കണം, ഇത് ആർക്കാ മനസ്സിലാകുന്നത്? ഒരാൾക്കും മനസ്സിലാകില്ല. ആടിനെ പിടിക്കാൻ പോകുന്ന നേരത്ത് ഇടയ ബാലനോ ബാലികയായി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മൾ മുറിവേൽക്കുന്നത് ഒരാൾക്കും മനസ്സിലാകില്ല. പക്ഷേ മനസ്സിലാക്കുന്നൊരു കർത്താവുണ്ട്. നമ്മൾ ഓടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട്. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കണം. കർത്താവിനെ അനുസരിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. കാലഘട്ടത്തിന് അനുസൃതമാകുന്ന ഒരു അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. മൂന്നാമതായി, രഹസ്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ കർത്താവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. 1 തിമോത്തിയോസിൻ്റെ 3:9 നമ്മൾ പറയും. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുകയാണ്. ജയിലിൽ കിടന്നുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. ലേഖനം എഴുതുന്ന നേരത്ത് പ്രത്യേകം പറയുന്നത് എങ്ങനെയാണ്? നീ സഭയിലെ മൂപ്പന്മാരെയും ഡീക്കന്മാരെയും ഒക്കെ നിശ്ചയിക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നീ നോക്കണം. നോക്കേണ്ട കാര്യം അവരുടെ പൊക്കമോ അവരുടെ വലുപ്പമോ അവരുടെ ശബ്ദത്തിൻ്റെ മാധുര്യമോ ഒന്നുമല്ല. അവർ പരീക്ഷയെ അതിജീവിച്ചിട്ടുണ്ടോ എന്ന് നീ നോക്കണം. പരീക്ഷകളെ അതിജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ
നിനക്ക് അവരെ സഭയിലെ നേതാക്കന്മാരും ഡീക്കന്മാരും ശ്രേഷ്ഠന്മാരുമായി നിയോഗിക്കാം. അതെ, പരീക്ഷകൾ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് വേണം. എൻ്റെ രഹസ്യ ജീവിതത്തിലെ പരീക്ഷകൾ ഞാൻ അതിജീവിക്കാതെ പരസ്യമായി ഏതൊരു യുദ്ധത്തിനാണ് സഹോദരങ്ങളെ നമ്മൾ പോകുന്നത്? നമ്മൾ ആരെ പിടിക്കാനാണ് പോകുന്നത്? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്? എല്ലാ ആത്മാക്കളും രക്ഷപ്പെട്ടിട്ടും നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്താണ് പ്രയോജനമായിട്ടുള്ളത്? നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ.